ഹലോ, വെൽക്കം ബാക്ക് ടു അൽക്കൂസ് വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് വീട്ടിൽ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചിക്കൻ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ ചിക്കൻ എല്ലൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഇനി ഒരു മുട്ട നന്നായിട്ട് ഞാൻ സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 2 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ടൈമിൽ ഇതിലേക്കുള്ള സോസിനായിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ഹണിയും 1/4 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ വിനീഗറും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിൽ കോൺഫ്ലോർ ഒന്ന് കോട്ടായി കിട്ടാനായിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മുതൽ 6 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും കിച്ചൺ ടിഷ്യൂയിലേക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സോ ചിക്കൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു സോസ് ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാകാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ സെസേമ ഓയിലൂടെ ആഡ് ചെയ്തിട്ട് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 4 ടേബിൾ സ്പൂൺ വാട്ടർ ആഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി നിർത്താതെ ഒരു 1 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അനിയൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കാം. നമ്മളിതിൽ വേറെ ഉള്ളിയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പ്രിംഗ് അനിയൻ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതലോ കുറച്ചോ ഒക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ സോസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഒരു സോസ് കോട്ടാവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സെസൈം സീഡ്സ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ സെസൈം ഹണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സോ ചിക്കൻ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ സെസൈം സീഡ്സ് അല്ലെങ്കിൽ എള്ള് ഭക്ഷണ സാധനങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണല്ലേ. സ്കിൻ കെയർ ആയാലും നമുക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു എള്ള്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നോട്ടിഫിക്കേഷനായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.